ഹലോ ഗൈസ്, ഫെസ്റ്റീവ് സീസൺ പാക്ക് ഓപ്പണിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊക്കെയാണ് ഫെസ്റ്റീവ് സീസണിൽ കിട്ടാൻ പോകുന്നത്. മെയിനായിട്ട് ഒലിവർ ഗാൻ, കിടിലും സാധനം ഇൻസാഗി, അതേപോലെ തന്നെ കുറച്ച് ആൾക്കാരെ കിട്ടും. പക്ഷെ നമുക്കിതൊന്നും വേണ്ട. നമുക്ക് മെയിനായിട്ട് വേണ്ട സാധനം പ്ലെയർ പേര് സാനറ്റീനാണ് എനിക്ക് വേണ്ടത്. കാരണം റൈറ്റ് ബാക്കിലാണ് എനിക്കൊരു പ്ലെയർ കുറവ്. പിന്നെ ഗോൾ കീപ്പറിനെ ഏതായാലും കിട്ടിയാൽ ഓക്കെ. അപ്പോൾ ആ കയ്യിൽ ഒരു 26 കറക്കൽ നമുക്കിപ്പോൾ കറൻ്റ്ലി അവൈലബിൾ ആയിട്ട് 26 കറക്കലിന് ഒന്നെങ്കിലും കിട്ടിയാൽ കൊണാമി ദൈവങ്ങൾ കണക്റ്റിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു വകയുള്ളൂ. ഇല്ലെങ്കിൽ നൈസായിട്ട് ആ 26 അവന്മാർ വല്ല ലോക്കലിൽ കാണുന്നുണ്ടെന്നാണ് നമ്മളെ പറ്റിക്കും. വേറെ അതാണ് നടക്കാൻ പോണത്. ഭാഗ്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ 10 കറങ്ങി തീർന്നപ്പോൾ കൊണാമി പറഞ്ഞ് അതിൻ്റെ മോനെ എനിക്ക് തരാൻ എനിക്ക് സൗകര്യമില്ല. ഇനിയിപ്പോൾ അടുത്ത 10 കറക്കിയാൽ മാത്രമേ കൊണാമിൻ്റെ അടുത്ത് നിന്ന് വല്ലതും കിട്ടുള്ളൂ. അവരൊക്കെ ദാനം ചെയ്യണം കൊണാമി ചെയ്യുക. നമ്മൾ ചോദിച്ചാലോ നമ്മൾ പ്രതീക്ഷിക്കുമ്പോഴും തരൂല. പ്രതീക്ഷിക്കാത്തപ്പോൾ മോനെ പട്ടിണിയാണോ എന്ന് ചോദിച്ചാണ്ട് ചിലപ്പോൾ ഒരു എപ്പിക്കൊക്കെ തരും. ഇതാ പിന്നെയും പറഞ്ഞ് നിനക്ക് യോഗ്യതയില്ല, നീ യോഗ്യനല്ല എന്നാണ് നമ്മളോട് കൊണാമി പറഞ്ഞത്. നിനക്ക് എപ്പിക്കിനുള്ള യോഗ്യതയില്ല. നിനക്ക് വേണമെങ്കിൽ ഒരു കാർഡ് ഫ്രീ ആയിട്ട് കൺഫേം ആയിട്ട്, അതായത് 21 കാർഡ് കറക്കി കഴിഞ്ഞാൽ 21 വട്ടം കറക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ടൊന്നും കിട്ടല്ലോ. അങ്ങനെ വേണമെങ്കിൽ നീ എടുത്തോ, അല്ലാതെ നിനക്ക് തരില്ല എന്ന് കൊണാമി അക്കമിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 26 വട്ടം ട്രൈ ചെയ്തു, ഒന്നും തന്നില്ല. നൈറ്റ് നമ്മളെ പറ്റിച്ച്. ഇനിയിപ്പോൾ ഒരു വഴിയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു ഫ്രീ ആയിട്ട് ഏതെങ്കിലും പ്ലെയറെ സെലക്ട് ചെയ്യാനുണ്ടാവും. നമുക്ക് എന്തായാലും ആ ഫ്രീ കോൺട്രാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് സാനിറ്റീനെ എടുക്കണം. സാനിറ്റിയാണ് എല്ലാം. ഇനി കിടക്കട്ടെ. എവിടെ അത്? ഇതിൻ്റെ അടുത്ത് തന്നെ കിടക്കണ്ടല്ലോ. ഈ ഒരു പാക്ക് എന്തിനാന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഈ പാക്കിൽ എനിക്ക് ഇന്നേ വരെ ഒരു തേങ്ങയും കിട്ടില്ല. ആ 50ൻ്റെ താഴെ, അതേപോലെ തന്നെ 60ൻ്റെ താഴെ ലെവലുള്ള പ്ലെയേഴ്സിന് മാത്രമേ ഈ പാക്ക് കിട്ടുള്ളൂ. എന്നാലും ഞാൻ കറക്കും, എടുത്തെടുത്ത് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ തരില്ല നായ്ക്ക്. ഇനിയിപ്പോൾ നമുക്കൊരു ഷുവർ ഷോട്ട് എപ്പിക്കാർഡ്, അതത്രേ ഉള്ളൂ. ഇത് കറക്കിയാലില്ലെങ്കിൽ എപ്പിക്കാണ്. അങ്ങനെ ഒരു ഷുവർ എപ്പിക്കാർഡാണ് ഇന്ന് കിട്ടാൻ പോകുന്നത്. അതിൽ എനിക്ക് മെയിനായിട്ട് 2 ആൾക്കാരെ വേണ്ടത്. ഒന്ന് സാനിറ്റിയോ, ഒന്ന് മറ്റേ ഒലിവർ ഗാനെ കിട്ടിയ അത്രയും വലിയ കാര്യം. പക്ഷേ ഒലിവർ ഗാനെ കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് ആ സാനിറ്റിനെ യൂസ് ചെയ്യാം. കാരണം അത് ലെഫ്റ്റ് ബാക്ക് കളിക്കാനും കിടിലനാണ്. അതേപോലെ ആളെ വെച്ച് നമുക്ക് റൈറ്റ് ബാക്കിൽ ഇറക്കാം, സെൻട്രൽ മിഡ്ഫീൽഡും കളിപ്പിക്കുക, ഡിഫൻസീവ് മിഡ്ഫീൽഡും കളിപ്പിക്കുക, സെൻട്രൽ ബാക്ക് കളിപ്പിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് നന്നായിട്ട് കുറേ പൊസിഷനിലൊക്കെ ഇറക്കുക. സെൻട്രൽ ബാക്ക് കളിപ്പിക്കുക, അതേപോലെ ഡിഫൻസീവ് മിഡ്ഫീൽഡും കളിപ്പിക്കുക. ഒരു ഒഫൻസീവ് ഫുൾ ബാക്കാണ്. നമുക്ക് എന്തായാലും ഒരു മുതൽമുടക്കായിരിക്കും എന്ന പ്രതീക്ഷയോട് കൂടിയാണ് ഞാൻ സൈൻ ചെയ്യുന്നത്. അവസാനം സൈൻ ചെയ്തതിനു ശേഷം പറ്റിക്കപ്പെടുമല്ലോ എന്ന് പറഞ്ഞിട്ട് സാനിറ്റി ഇന്റർ മിലാന്റെ ലെജൻഡറി പ്ലെയറാണ്. പിന്നെ വേറെയും കുറെ പ്ലെയേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ഇൻസാഗി എന്ന് പറഞ്ഞാൽ പഴയ ഒരു ഇൻസാഗി കിട്ടുന്നത്. സാബി അലോൺസോ, റയൽ മാഡ്രിഡിന്റെ സാബി പവായിന്ന് സാക്കും ചെയ്ത് എന്ത് ചെയ്യാനാണ്. യോഗയില്ല ചെറുക്കൻ. നൈസായിട്ട് പെരസ് ഒഴിവാക്കി കളഞ്ഞ സാബിനെ. ഓക്കെ, നമ്മളങ്ങനെ സാനിറ്റിനെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ട്. തന്നെ ഞാൻ പറഞ്ഞ സാധനം നമ്മളുടെ പുതിയ എപ്പിക്കാർഡ്. വേറൊന്നും കൊണാമി തന്നില്ല, അതുകൊണ്ടാണ്, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെയാണ്. കൊണാമി ദൈവം അങ്ങനെ എല്ലാവർക്കും എല്ലാം കൊടുക്കൂലല്ലോ. അതുകൊണ്ടാണ്. ശരി, എന്നാൽ സീ യു ഇൻ അനദർ കാർഡ് കറക്കൽ.